എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോഗ്രാം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തുടങ്ങാം. നമസ്കാരം, ഞാൻ ഷാജി യൂസഫ്. യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പല വിഷയങ്ങളും ഇങ്ങനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ കൊണ്ടാണ് പ്രഭാതം സൃഷ്ടിക്കപ്പെടുന്നത്. സൃഷ്ടിക്കപ്പെട്ട ലോകത്തേക്ക് മനുഷ്യൻ ഓരോ ദിവസവും സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകൾ ഭീകരവും സന്തോഷവും സങ്കടവും ഒക്കെ ഉളവാക്കുന്നതാണെങ്കിലും മനുഷ്യൻ അതിനെയൊക്കെ എവിടെയൊക്കെയോ തരണം ചെയ്ത് മുന്നോട്ട് പാഞ്ഞു പോകുമ്പോൾ ചിലർ പരാജയപ്പെടുകയും ചിലർ വിജയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ. മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും കുടുംബപരമായുമൊക്കെ ഒരുപാട് ജീവിത യാത്രകൾ നടത്തുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ദിനങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് യൂട്യൂബിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെക്കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് നിയമങ്ങളും ശരീഅത്ത് ശാസ്ത്രങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവനും കൊട്ടിയടക്കപ്പെടുന്ന രീതിയിലേക്ക് മനുഷ്യൻ്റെ ചിന്താഗതികൾ വളർന്ന് പന്തലിച്ചു പോവുകയാണ്. പ്രവാചകനോ പ്രവാചകൻ്റെ അനുയായികളോ ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ച സാഹചര്യവും ആ സാഹചര്യത്തിൽ സൂക്ഷ്മതകൾ പാലിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത മാർഗങ്ങളും ഒക്കെ കാലവുമായി ബന്ധപ്പെട്ടതാണ്. കാലത്തിൻ്റെ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തവർ എന്നും ഭീകരർ തന്നെയാണ്. മാറ്റങ്ങളെ സ്വീകരിക്കുകയും മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. നമ്മളാരും ഒരു മലയിടുക്കിലാണ് ജന്മം കൊണ്ട ആ കാലഘട്ടമെങ്കിൽ ഇന്ന് നമ്മളാരും മലയിടുക്കിൽ ജീവിക്കുന്നവരല്ല. എങ്കിലും മലയിടുക്കുകളിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. അവരും ആധുനികതയുടെ സാങ്കേതിക മികവുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റും വാട്സപ്പും യൂട്യൂബും എന്ന് വേണ്ട എല്ലാവിധ മേഖലകളും മനുഷ്യൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരു സമുദായത്തെ മുഴുവനും ഒരു ശരീഅത്ത് നിയമം പറഞ്ഞുകൊണ്ട് തടവിലാക്കുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം കാലത്തിൻ്റെ മാറ്റം മനുഷ്യരിൽ നിർമ്മിതമാണ്. അത് മാറ്റത്തിനനുസരിച്ച് സഞ്ചരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഏതോ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് മനുഷ്യനെ ആനയിച്ചു കൊണ്ടുപോകുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. പ്രവാചകൻ ആ കാലഘട്ടത്തിൽ സമുദായത്തിൻ്റെ ജീവിതചര്യയോടാണ് സംസാരം നടത്തിയത്. ഇന്നല്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മളുടെ മതവും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെയും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയൊക്കെ മാനിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ജീവിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഭരണഘടന ശരിയത്തല്ല. എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യങ്ങളും ആശയങ്ങളൊക്കെ ഉന്നയിക്കാമെങ്കിലും എന്തിനും പരിധി നിശ്ചയിക്കപ്പെട്ട സമുദായത്തിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. ആ പരിധികളെ മാനിക്കേണ്ടത് ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. സ്നേഹവും ഐക്യവും സാഹോദര്യവും ഒക്കെ വിളിച്ചോതുന്ന ഈ ഭാരത മണ്ണിൽ ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും മുസൽമാനും എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പരസ്പരം ഭിന്നതയുണ്ടാക്കി മറ്റെന്തോ ദുരുദ്ദേശങ്ങൾ ഉന്നയിക്കുന്ന ഏതൊരു ആളാണെങ്കിലും അവൻ ഭീകരവാദി തന്നെയാണ്. അവിടെ ജാതിയും മതമൊന്നുമില്ല. സ്നേഹമാണ് ഏറ്റവും പ്രധാന ഘടകം. മനുഷ്യനാണ് ഏറ്റവും വലുത്. നന്മയും തിന്മയും വേർതിരിക്കേണ്ടതും ആ നന്മയും തിന്മയ്ക്കുമെതിരെ ചോദ്യം ചെയ്യേണ്ടതും ഇനി ആ നന്മയ്ക്കും തിന്മയ്ക്കും ഒരു സ്വർഗവും നരകവും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വിധിയുടെ ഭാഗമാണ്. ഒരാളെ പറഞ്ഞ് ഉപദേശിക്കാമെന്നല്ലാതെ ഒരാളെ നിർബന്ധിച്ച് തലയിലേൽപ്പിക്കാൻ എവിടെയും നിയമമില്ല. അങ്ങനെ ഒരു നിയമം വരുമ്പോഴാണ് പല യുദ്ധങ്ങളും അരങ്ങേറുന്നത്. ഇന്ന് താലിബാൻ ശരീഅത്ത് നിയമം പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുയോജ്യമാകാത്ത തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ വർഗീയവാദികളായും തീവ്രവാദികളായും അവർ മുദ്രകുത്തപ്പെടുകയും അവർക്ക് നേരെ യുദ്ധം ചെയ്യണമെന്ന് ഇന്നത്തെ ജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം യുദ്ധങ്ങൾ നടന്നുപോയത് ഇതുപോലെയുള്ള ഭീകരവാദികൾക്ക് നേരെയാണ്.
അപ്പോൾ ആ യുദ്ധങ്ങളെയെല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു യുദ്ധം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തരമാണ്. കാരണം അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ആ ജീവിത ചര്യകൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തത്, അല്ലാണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ ഇദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ അതുവരെ വർഗീയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ പോലും നമ്മുടെ നാട്ടിലുണ്ട്. ബഹുമാന സൂചകമായി ഓരോ ആളുകൾക്കും നമ്മൾ കൊടുക്കുന്ന മാന്യതകളും അന്തസ്സുമൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അത് വാക്കുകളിലോ പേരുകളിലോ ഒതുക്കി തീർക്കാൻ കഴിയുന്നതല്ല. മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ ബഹുമാന സൂചകമായ അർത്ഥവത്തുകളൊക്കെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് ഒരു വിശ്വാസി സമുദായത്തിന് നേരെയല്ല, യൂട്യൂബ് ചാനലിലൂടെ ഒരു പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത്. ഒരു പബ്ലിക്ക് കേൾക്കുമ്പോൾ എൻ്റെ വാക്കുകളെ ഏത് തരത്തിൽ ഞാൻ ഒരു ഇസ്ലാമിക സ്റ്റൈലിൽ സംസാരിച്ചാൽ അതൊരു ഇസ്ലാമിക ഭാഗമായി പോകും. ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉള്ളിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു പബ്ലിക്കിനോട് വിളിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. വെറും ഇസ്ലാമിക പരമായി പോകരുത്. കാരണം എല്ലാവരും കേൾക്കുക, എല്ലാവരും മനസ്സിലാക്കുക, ചിന്തിക്കുക, അതിലൂടെ ജീവിക്കുക എന്നുള്ളതൊക്കെ ഓരോ വ്യക്തികളുടെ ആവശ്യത്തിൽപ്പെട്ടതാണ്. അത് ഒരാളുടെ തലയിലും നിർബന്ധിച്ച് ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തന്നെയുമല്ല, ഇന്ന് ലവ് ജിഹാദ് അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മുസ്ലിമിൻ്റെ തലയിലാണ്. ഇവിടെ ഹിന്ദുക്കളെ കല്യാണം കഴിച്ച മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഹിന്ദുക്കളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിവാഹം ചെയ്ത മുസ്ലിമുണ്ട്, മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്ത ക്രിസ്ത്യാനികളുമുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ വിവാഹം എന്ന് പറയുന്നത് ഒരു ലവ് ജിഹാദ് എന്നുള്ള പേരിൽ ആരെങ്കിലും തീവ്രപരമായി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വിവാഹ ജീവിതങ്ങളെല്ലാം പ്രണയമാണ്. പ്രണയത്തിന് അതിൻ്റേതായ മാധുര്യമുണ്ട്. പക്ഷെ ആ പ്രണയത്തിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെക്കനും പെണ്ണും മാത്രമല്ലല്ലോ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്, അവരുടെ കുടുംബവും കൂടി അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ ഇഷ്ടപ്പെടുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പൂർണ്ണമായിട്ടും സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചെക്കൻ്റെ വീട്ടുകാരും പൂർണ്ണമായി സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. മറിച്ച് പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനെ കൈയൊഴിയുന്നു. അപ്പോൾ പെണ്ണ് പൂർണ്ണമായിട്ടും ചെക്കൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ചെക്കൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് മാറുമ്പോൾ ചെക്കൻ കുടുംബത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവനിക്ക് കുടുംബത്തിലേക്ക് ചേരേണ്ടി വരും. അപ്പോൾ കുടുംബക്കാരുടേതായ നിർബന്ധ വാക്കുകൾ അവിടെ കടന്നു വരും. പെണ്ണിനെ ഇസ്ലാമാക്കണം, നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ചർച്ചകൾ വരുമ്പോൾ മാനസികമായിട്ട് അവർ തകരാറിലാകുകയാണ്. തന്നെയുമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, ആ പെൺകുട്ടി കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ സ്വീകരിക്കാൻ ആ വീട്ടുകാർ തയ്യാറായില്ലെങ്കിൽ നാളെ അവൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളെ എവിടെ സംസ്കരിക്കും? അതാണ് മെയിനൊരു വിഷയം, എവിടെ സംസ്കരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു മഹലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം ആകാത്ത ഒരാളെ മുസ്ലിം പള്ളിയിൽ അടക്കം ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ സാമുദായികമായി കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്കും ഇവിടെ മതം മാറ്റം നടക്കേണ്ടി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ അത്തരം ഒരു ആവശ്യം തന്നെയില്ല. എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തിൽ സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. പിന്നെ വിശ്വാസം എന്നുള്ളത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ സ്വയബുദ്ധി കൊണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കി ഒരാൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഒരാളെ പറഞ്ഞ് നിർബന്ധിച്ച് മതം മാറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും തെറ്റായ കാര്യം തന്നെയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, അതിനെ എല്ലാവരും മാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരാശികളും എല്ലാ ജീവജാലങ്ങളും എല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവ സൃഷ്ടിയാണ്. ദൈവത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല. ദൈവം ആകെ ഒന്നേ പറഞ്ഞുള്ളൂ, അനുസരണയുള്ളവനാവുക.
എന്തനുസരിക്കുക എന്നുള്ളതാണ്. മനുഷ്യത്വത്തോടുകൂടി മനുഷ്യന്മാർ തമ്മിലുള്ള അനുസരണ സ്നേഹമാണ് ഏറ്റവും പ്രധാന ഘടകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഐക്യത്തെ തകർക്കുന്ന അവസ്ഥകൾ വർദ്ധിച്ചു വന്നതിൻ്റെ പ്രധാന കാരണം ഇന്ന് ഈ ചാനലുകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആർക്കും എന്തും പറയാം, ചാനലുകൾക്ക് റൈറ്റിംഗ് വേണം, പ്രോഗ്രാമുകൾ വേണം. അപ്പോൾ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കാലത്തിൻ്റെ ആവശ്യമായി മാറി. അതുകൊണ്ട് ഓരോ ദിനവും നമ്മുടെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ പുതിയത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം വാർത്തകൾ നമുക്ക് വേണമല്ലോ, യൂട്യൂബ് വളരണമല്ലോ. എല്ലാ ചാനലുകളും, യൂട്യൂബ് മാത്രമല്ല മറ്റിതര വാർത്താ മാധ്യമങ്ങളെല്ലാം വളർന്ന് പന്തലിക്കണമെങ്കിൽ ഓരോ ദിനങ്ങളും പുതിയ വാർത്തകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടായില്ലെങ്കിൽ അത് വൻ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഇല്ലാത്ത വാർത്തകളെ സൃഷ്ടിച്ച് ഉണ്ടാക്കി കൊണ്ടുവരും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പണം. പണമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം ആരോ പറഞ്ഞ പോലെയാണ്. പക്ഷെ മനുഷ്യൻ അവൻ്റെ ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ശ്വാസം നിലച്ചു പോയാൽ, ആ ശ്വാസം ഒന്ന് വലിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പണമോ ഈ ബന്ധമോ ഈ സ്നേഹമോ ഈ കുടുംബ ഐക്യമോ മതമോ ജാതിയോ ഒന്നും അവിടെ പ്രകടമാകുന്നില്ല. അവിടെ ഒന്നേ ഉള്ളൂ, തൻ്റെ ശ്വാസം തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ടെൻഷൻ മാത്രം. അതുകൊണ്ട് എല്ലാ മനുഷ്യരാശികളും ഒന്ന് ചിന്തിക്കണം. എപ്പോഴും നമ്മുടെ ശ്വാസം കൊണ്ടാണ് നമ്മളെല്ലാ അഭ്യാസങ്ങളും കാണിക്കുന്നത്. അതൊരു നിമിഷം ഒന്ന് നീങ്ങി നിന്നാൽ പിന്നെ നമ്മൾ വെറും ശവമാണ്. ആ ശവങ്ങളുടെ ഈ കഥകളിയാട്ട് കാണുമ്പോൾ എനിക്ക് വല്ലാതെ ചിരി വരുന്നു. സമൂഹമേ, നന്മയെക്കുറിച്ച് ചിന്തിക്കൂ, നല്ലതിനെക്കുറിച്ച് ചിന്തിക്കൂ, നല്ലത് പറയൂ, നല്ല സ്നേഹത്തോടുകൂടി എല്ലാവരും ഒരുമിക്കും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള പാട്ട് പാടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷെ മനുഷ്യരൊക്കെ പല പോലെയായി, പല രീതിയിലായി, പല ഭക്ഷണമായി, പല സ്വഭാവമായി, പല ചിന്താഗതിക്കാരായി. അങ്ങനെ ആർക്കും ഒരുമിക്കാൻ കഴിയാത്ത ഒരു വലിയ സമുദായമായി നമ്മുടെ ഇന്ത്യ മാറി. ഇന്ത്യ എന്നല്ല, വേൾഡ് മുഴുവനും പല ആരോപണങ്ങളും ആശയക്കുഴപ്പങ്ങളുമായി പ്രഭാതങ്ങളെയും പ്രദോഷങ്ങളെയും സ്ഥിരീകരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ ദിനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹപൂർവ്വം, ഷാജി യൂസഫ്.